welcome back to my channel Kavya's Life Events. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വീഡിഷിന്റെ ഒരു ലാംഗ്വേജ് കോഴ്സിനെ കുറിച്ചിട്ടാണ്. SVA Grund. ഇതിനു മുന്നേ SFE സ്വീഡിഷ് ഫോർ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1-2 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ കാർട്ടിലിടാം. ഇപ്പോൾ സ്വീഡനിൽ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ആ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ SFE കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കോഴ്സാണ് SVA Grund എന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. SVA Grund എന്ന് പറയുന്നത് ബേസിക് ഫോർ സ്വീഡിഷ് ലാംഗ്വേജ് കോഴ്സാണ്. ഇപ്പൊ നമ്മൾ SFEയിൽ ഇവിടെ സാധാരണ നമ്മൾ പഠിക്കുക റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിങ്, ടോക്കിംഗ്. അപ്പൊ അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് SVA Grund എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ടും പഠിക്കാം, ക്ലാസ്സിൽ പോയിട്ടും പഠിക്കാം. ഈ ഒരു കോഴ്സിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ സ്വീഡിഷിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സിലുള്ള ടെക്സ്റ്റുകൾ നമ്മൾ റീഡ് ചെയ്യുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ടെക്സ്റ്റുകൾ എഴുതാൻ പഠിക്കാം. ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ കോഴ്സിന് ചെയ്യുന്നത്. ഈ SVA Grund എന്ന കോഴ്സിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. SVA Grund 1, 2, 3, 4 എന്ന്. ഇത് പിന്നെ കമ്മ്യൂണൽ അനുസരിച്ച് നമ്മൾ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് കമ്മ്യൂണലിലാണോ താമസിക്കുന്നത് അപ്പൊ അവിടുത്തെ രീതിയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റോക്ക്ഹോം കമ്മ്യൂണലിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ താമസിക്കേണ്ടത് സ്റ്റോക്ക്ഹോം കമ്മ്യൂണലിലാണെങ്കിൽ ഇവിടെ SVA സ്റ്റാർട്ട് ചെയ്യുന്നത് SVA 2, 3, 4 ആണ്. 1 ഇല്ല. അത് ഇവിടുത്തെ കമ്മ്യൂണലില് SFE എന്ന് പറയുന്നതും SVA Grund 1 എന്ന് പറയുന്നതും സെയിം റേഞ്ച് തന്നെയാണ്. അത് കാരണം സ്റ്റോക്ക്ഹോമിലാണ് നമ്മൾ താമസിക്കണമെങ്കിൽ നമ്മൾ SVA Grund 2 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ല ഇപ്പൊ വേറെ ഇപ്പോ ഉപ്സാല, സ്വതർത്താലി അങ്ങനത്തെ ഡിഫറെന്റ് കമ്മ്യൂണലിലാണെങ്കിൽ അവിടുത്തെ രീതി അനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ SVA Grund എന്ന കോഴ്സ് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ സ്വീഡനിൽ ജോബൊക്കെ അന്വേഷിക്കുമ്പോൾ ചില ജോബുകൾക്ക് സ്വീഡിഷ് ലാംഗ്വേജ് ആവശ്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ജോബ് കിട്ടാൻ ആ സ്വീഡിഷ് ലാംഗ്വേജിലുള്ള നമ്മൾ പഠിച്ച കോഴ്സിന്റെ ഒരു സ്വീഡിഷ് കോഴ്സും കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനത്തെ ആ സ്വീഡിഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഈ SVA Grund നമ്മൾ കഴിഞ്ഞിരിക്കണം. SFE കഴിഞ്ഞുകൊണ്ട് നമുക്ക് ആ അങ്ങനത്തെ ഒരു കോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ SVA Grund എന്ന കോഴ്സിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 വീക്സ് ആണ്. 10 വീക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ 4 സെക്ഷനാണുള്ളത്. SVA Grund 1, 2, 3, 4. അത് ഓരോന്നും 10 വീക്സ് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ SFE എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിക്കുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സാം എഴുതാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടൈം വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം അവരോട് ചോദിക്കാം. അങ്ങനെയൊക്കെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ അങ്ങനെയില്ല. നമ്മൾ 10 വീക്സ് ആണ് നമ്മൾക്ക് ഓരോ സെക്ഷനും വരുന്നത്. പിന്നെ ഒരു കാര്യം, ഈ കോഴ്സ് തികച്ചും ഫ്രീ ആണ്. നമ്മൾ ഒരു ക്യാഷ് പോലും ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇപ്പൊ സ്റ്റോക്ക്ഹോം കമ്മ്യൂണൽ ത്രൂ ആണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ ഒരു പൈസ പോലും ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തികച്ചും ഫ്രീ ആണ് ഈ കോഴ്സ്. ഈ കോഴ്സ് 10 വീക്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ ഈ കോഴ്സിൽ സ്വീഡിഷിന്റെ ഡിഫറെന്റ് ടൈപ്സിലുള്ള ടെക്സ്റ്റുകൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെയാണ് പഠിക്കുന്നത്. പിന്നെ ഓരോ സെക്ഷനിലും നമുക്ക് എക്സാം വരുന്നുണ്ട്. മെയിൻ ആയിട്ട് 4 ടൈപ്പ് എക്സാം ആണ് വരുന്നത്. ഫസ്റ്റ് വൺ റീഡിംഗ് ടെസ്റ്റ്. ഇപ്പോൾ ഒരു ഡിഫറെന്റ് ടൈപ്പിലുള്ള ഒരു കോംപ്രിഹെൻഷൻ തന്നിട്ട് നമ്മളത് വായിക്കുക, അത് മനസ്സിലാക്കുക, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഒരു സെക്ഷൻ ഉണ്ടാവും, അത് നമ്മൾ ആൻസർ ചെയ്യാം. അതാണ് റീഡിംഗ് ടെസ്റ്റ്. നെക്സ്റ്റ് വൺ റൈറ്റിംഗ്. ഉപ്സാറ്റ്സ് എന്നാണ് പറയാ. റൈറ്റിംഗ് ഒരു എസ്സേ എഴുതാം. അതിപ്പോ ചിലപ്പോ ഇപ്പൊ നമ്മുടെ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആർഗ്യുമെന്റ് ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് നല്ലതാണോ പൊട്ടയാണോ, അപ്പൊ നമ്മുടെ അഭിപ്രായം നല്ലതാണെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുക, പൊട്ടയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുക. ഒരു ആർഗ്യുമെന്റ് ടെസ്റ്റ്. അങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്പ് ടെക്സ്റ്റുകളൊക്കെയാണ് നമ്മൾ റൈറ്റിങ്ങിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ മൂത്ലിംഗ് പ്രസന്റേഷൻസ്. നമ്മൾ ഒരു ടോപ്പിക് നമ്മുടെ ടീച്ചർ തരും, അതൊരു 4 to 5 മിനിറ്റ്സ് നമ്മൾ പ്രസന്റ് ചെയ്യാം. നമ്മുടെ ഒരു സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളത് പ്രസന്റ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ മുന്നിൽ നമ്മളത് പ്രസന്റ് ചെയ്യാം. അതാണ് മൂത്ലിംഗ് പ്രസന്റേഷൻ. ലാസ്റ്റ് വൺ റുമാൻ പ്രൂവ്. റുമാൻ എന്ന് പറയുന്നത് നോവൽ. ഇപ്പൊ സ്വീഡിഷിലെ ഒരു നോവൽ, ഒരു ചെറിയ, അത്ര ചെറുതൊന്നുമല്ല, കുറച്ചൊരു വലിയ നോവൽ തന്നിട്ട് നമുക്ക് കുറച്ച് ടൈം ഉണ്ട് ആ നോവൽ വായിക്കാൻ മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും, ഒരു എക്സാം പോലെ, അതിന് ആൻസർ ചെയ്യാം. പിന്നെ പറഞ്ഞുള്ളത് നമുക്ക് എക്സാം ആയിരിക്കില്ല, നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, കുറച്ച് നമ്മുടെ ക്ലാസ്സിൽ തന്നെ 2-3 സ്റ്റുഡൻസ് ഒക്കെ ചേർന്നിട്ട് പല ക്വസ്റ്റ്യൻസ് വരും, നമ്മളത്
വായിക്കുക, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ടീച്ചറുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യുക. അതാണ് ഈ ടൈപ്പൊക്കെയാണ് നമുക്ക് ഈ സ്വാ ഗ്രൂന്തിൽ വരുന്ന എക്സാമുകളിലൊക്കെ നമ്മൾ പാസ്സാവണം. ഇവിടെ സ്വീഡിഷ് പഠിക്കണ എല്ലാവർക്കും അറിയാം ഗുഷ്യന്ത്, ഗുഷ്യന്ത്, നസ്തൻ ഗുഷ്യന്ത്, ഈ വേർഡുകൾ. നമ്മൾ ഗുഷ്യന്ത് എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ നമുക്കുള്ളിൽ വരുന്ന സന്തോഷം ഇവിടെ സ്വീഡിഷ് ലാംഗ്വേജ് കോഴ്സ് പഠിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഗുഷ്യന്ത് പറഞ്ഞാൽ അപ്രൂവ്ഡ്, നിങ്ങളുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം നിങ്ങൾ അപ്രൂവ്ഡ് ആണ്, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ പാസ് ആണെന്നാണ്. ഇപ്പോൾ ഗുഷ്യന്ത്, നെസ്തൻ ഗുഷ്യന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സല്ല, ഓൾമോസ്റ്റ് പാസ്ഡ്, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇവിടുത്തെ ഒരു സ്കൂൾ സിസ്റ്റത്തിൽ 1st സ്റ്റാൻഡേർഡ് തൊട്ട് 9th സ്റ്റാൻഡേർഡ് വരെ ഗ്രൂന്ത് സ്കൂളാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു റേഞ്ച് തന്നെയാണ് സ്വാ ഗ്രൂന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളും പഠിക്കണത്. സ്വാ ഗ്രൂന്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് CSN. CSN എന്ന് പറയുന്നത് ദ സ്വീഡിഷ് ബോർഡ് ഓഫ് സ്റ്റുഡന്റ് ഫിനാൻസ് എന്നാണ്. ഇതൊരു ഗവൺമെന്റ് ഏജൻസിയാണ്. ഇവിടെ സ്റ്റുഡൻസിന് ഗ്രാൻസും ലോൺസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രാൻസ് എന്ന് പറയുമ്പോൾ സ്റ്റൈഫൻഡ്, അത് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട, അത് നമുക്കുള്ളതാണ്. പക്ഷേ ലോൺസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അത് നിർബന്ധമുള്ള കാര്യമില്ല. നമുക്ക് ലോൺ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ഫോം ഉണ്ട്, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ലോൺ കിട്ടില്ല. അങ്ങനത്തെ ലോൺ നമ്മൾ തിരിച്ചടയ്ക്കണം. ഇത് SFE എന്ന് പറഞ്ഞ കോഴ്സിന് ഈ ഒരു ഓപ്ഷൻ ഇല്ല. ആഫ്റ്റർ SFE ആണ് ഈ ഓപ്ഷൻ കൂടി വരുന്നത്. പിന്നെ ഗ്രാൻസിന്റെ കൂടെ വേറെ കുറെ അലവൻസസ് ഒക്കെ നമ്മൾക്ക് കിട്ടും. ഇപ്പൊ നമ്മൾക്ക് കിഡ്സ് ഉണ്ടെങ്കിൽ ഓരോ കിഡ്സിനും പ്രത്യേക അലവൻസസ് ഒക്കെ വരും. അതൊക്കെ നമ്മുടെ ഗ്രാൻസിന്റെ കൂടെയാണ് വരുന്നത്. നമ്മളത് റിട്ടേൺ ചെയ്യേണ്ട, ലോൺ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഈ സ്വാ ഗ്രൂന്ത് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളല്ല നമ്മൾക്ക് ഈ സ്റ്റൈഫൻഡും ലോണും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ CSN എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഏജൻസിയാണ്. അപ്പോൾ നമ്മുടെ സ്കൂള് അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും, അത് മാത്രമാണ് സ്കൂള് ചെയ്യുള്ളൂ. പിന്നെ CSN ത്രൂ ആണ് നമ്മൾ ഈ സ്റ്റൈഫൻഡും ലോണും കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവര് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. എന്നിട്ട് അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾക്ക് ലോൺ തരണോ ഗ്രാന്റ് തരണോ എന്നതൊക്കെ. സ്കൂളായിട്ട് അതിനൊരു കണക്ഷൻ ഇല്ല, ഫുൾ CSN ത്രൂ ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ നമ്മള് ഇങ്ങനെ സ്വാ ഗ്രൂന്ത് പഠിക്കുന്ന പലരുടെയും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഇവിടെ പഠിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ഒരാൾക്കോ ഈ പെർമനന്റ് റെസിഡൻസ് വേണം, എന്നാൽ മാത്രമാണ് ഈ CSN അവർക്ക് ഗ്രാന്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഈ CSN ത്രൂ കിട്ടണ ഗ്രാൻസ് സ്റ്റൈഫൻഡ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ട. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ലോൺ എടുക്കണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചടയ്ക്കണം. പക്ഷെ അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത് 25 വർഷമാണ്. 25 വർഷത്തിനുള്ളിൽ നമ്മളത് തിരിച്ചടച്ചാൽ മതി. 64 വയസ്സിന് മുന്നും നമ്മളത് തിരിച്ചടയ്ക്കണം. ഇപ്പോ നമ്മൾ CSNലെ ഒരു ലോൺ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം നമ്മൾ തിരിച്ചടയ്ക്കേണ്ട പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് 1 വർഷം വരെ നീണ്ടുപോവാം. അതിനുള്ളിലേ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട കാര്യം തന്നെയുള്ളൂ. 25 വർഷം ഉണ്ട് നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള ഒരു കാലപരിധി. നമ്മളൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും ഓരോ മാസം വെച്ച് തിരിച്ചടയ്ക്കണത്. ഇപ്പൊ നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്നാണോ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ CSN നമ്മളെ അറിയിക്കും, നിങ്ങളുടെ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറായി, നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ആണ് നിങ്ങൾ അടച്ചു തുടങ്ങേണ്ടതെന്ന് പറഞ്ഞ് അവർ നമ്മളെ ഇൻഫോം ചെയ്യും. ഇപ്പൊ നമ്മൾ എത്ര രൂപ വരെ തിരിച്ചടയ്ക്കണം എന്നതിന് ഇപ്പൊ നമ്മൾ എത്ര ലോൺ എടുത്തിട്ടുണ്ട്, നമ്മൾ എത്ര കാലാവധിയാണ് ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ടൈം പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, അതനുസരിച്ചിട്ടാണ് നമ്മളൊരു റീപേയ്മെന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് 1.23 ആണ് ഇതിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്വാ ഗ്രൂന്ത് ദ ബേസിക് ഓഫ് സ്വീഡിഷ് ലാംഗ്വേജ് കോഴ്സ് അതിനെ കുറിച്ചിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ സ്വീഡനിൽ ന്യൂ ആയിട്ട് വരുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ കോഴ്സിന്റെ അതിനൊരു ഡ്യൂറേഷൻ, അതിനൊരു എക്സാം, പിന്നെ CSN, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്